السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൻ നഈമിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളുടെ രണ്ട് സന്തോഷ സുദിനങ്ങളിൽ ഒരു ദിനത്തിലാണ് നാം ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ സ്മരണയാണ്, ആ മൗലിദിൻ്റെ അയവിറക്കലാണ് ഈ ബലിപെരുന്നാൾ. വർഷങ്ങൾക്ക് മുമ്പ്, 4000 സംവത്സരങ്ങൾക്ക് മുമ്പ്, വത്തബിയോ മില്ലത്തെ ഇബ്രാഹിമ ഹനീഫ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരിപൂർണമായ മില്ലത്തിന്, ആ ചര്യയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാവണം നമ്മൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ബോധിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ എന്ന് പറയുന്നത് അത് സഹനത്തിൻ്റെയും ക്ഷമയുടെ, അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ, എല്ലാ രീതിയിലും അർപ്പണത്തിൻ്റെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ജീവിത പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നമുക്കുള്ളത്. ഏറ്റവും നല്ല പിതാവ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല മകൻ, ഏറ്റവും നല്ല ഭാര്യ എന്നുള്ളത് ആ കുടുംബ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി ഇന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു മകനോട്, കുഞ്ഞുമോനെ, നിന്നെ ബലിയർക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചോദിച്ചപ്പോൾ തിരിച്ച് മറുപടി പറഞ്ഞ ആ മകൻ, ഖാല യാ അബത് ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിതാവേ, അതല്ലെങ്കിൽ ഉപ്പ എന്നല്ല വിളിച്ചത്, യാ അബത്, സ്നേഹത്തിന്റെ വിളിയാണ്. ഉപ്പച്ചി എന്ന് നമ്മൾ വിളിക്കുന്ന ശൈലിയിലാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത്. അള്ളാഹു നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പന നിങ്ങൾ പരിപൂർണമായും ശിരസാ വഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമാശീലരിൽ എന്നെ ഉൾപ്പെടുത്തിയാൽ അള്ളാഹു ഇൻഷാ അള്ളാഹു എന്നെ ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തും എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആ രീതിയിലാണ് ഒരു പിതാവിൻ്റെയും മകന്റെയും രീതിയുള്ളത്, ജീവിതത്തിന്റെ ശൈലിയുള്ളത്. പിതാവ് ഒരു സംഗതി പറഞ്ഞപ്പോൾ ബലിയറുക്കുക എന്നുള്ള, ദുന്യാവിൽ നിന്ന് തന്നെ പോകുക എന്നുള്ള ഒരു ചിന്തയാണ്, മരണത്തിന്റെ ചിന്തയാണ് മകനക്ക് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ മക്കയിൽ നിർത്തിയതിന് ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും മക്കയിൽ താമസിപ്പിച്ചു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു നടന്നു. ആ നടക്കുന്ന സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്? ആ സമയത്ത് തന്നെ മറുപടി കൊടുത്തത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്നാൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി. കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു നടന്നു, വിദൂരതയിലേക്ക്, കണ്ണെത്താ ദൂരത്തേക്ക് എത്തിച്ചേർന്നു. ആ സമയത്ത് കുട്ടിക്ക് വെള്ളമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സമയത്താണ് അവർ സഅയ്, ഇന്ന് നമ്മൾ ഹജ്ജിൽ നിർവഹിക്കുന്ന, ഉംറയിൽ നിർവഹിക്കുന്ന സഅയ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വഫാ മർവക്കിടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ സ്മരണയാണ് ഇന്നും നമ്മളോട് നിർബന്ധമാക്കി നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, അത്രക്ക് വലിയൊരു പുണ്യമായ ഇബാദത്താക്കി ബഹുവന്യരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയെ നമ്മൾ പരിപൂർണമായും അംഗീകരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നമുക്കുള്ളതായ പാഠം. ആ
അവരെ ബഹുമാനിക്കുക, സ്വാലിഹീങ്ങളായ ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ള പാഠമാണ് അതിൽ നിന്ന് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സംസമിനെ നൽകുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിക്കുന്നു. ആ കാലിട്ടടിക്കുന്ന സമയത്ത് സംസം ഉറവ പൊട്ടുന്നു. ആ സംസം എന്ന പേര് തന്നെ വരുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ആ സമയത്ത് തന്നെ കല്ലുകളെ കൊണ്ട് ആ വെള്ളത്തെ തടഞ്ഞു നിർത്തി. അത് തടഞ്ഞു നിർത്തിയപ്പോൾ അത് ആ രീതിയിൽ ഒഴുക്കിനെ തടയാൻ കഴിയാതെ ആയ സമയത്താണ് സം സം എന്ന് പറഞ്ഞത്. അടങ്ങ് വെള്ളമേ എന്നാണ്. സം എന്ന് പറഞ്ഞാൽ അടങ്ങുക എന്ന്. സംസം അടങ്ങുക, അടങ്ങുക എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയായ മഹദി ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷമാണ്, കുട്ടി വലുതായതിനു ശേഷം അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പനയുള്ളത്. ആ അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ബലിയറുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നതായ ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഏകദേശം ഒരാടിനെയാണ് അറുക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റു ഒരു മൃഗങ്ങളെയാണ് അറുക്കുന്നതെങ്കിൽ 1 കിലോ 700 രൂപയോളം ആടിന് ഇന്ന് വിലയുണ്ട്. ആ ആടിന്റെ മാംസം നമ്മൾ സൗജന്യമായി നൽകുകയാണ്. എല്ലാ മനുഷ്യരും ഇന്ന് സുഭിക്ഷമായ രീതിയിൽ മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യാമു തശ്രീഖ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. 100 മൃഗങ്ങളെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയറുത്തത്. ചരിത്രത്തിൽ നമുക്കൊന്നും കാണാൻ കഴിയാത്ത അന്തരമാണ് അത്. 100 മൃഗത്തെ ബലിയറുക്കുക, ഒരു മനുഷ്യൻ 100 മൃഗത്തെ ബലിയറുക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ സമ്പത്തിന്റെ ചിലവെത്രയാണ് എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുക്കുന്നതിന് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്, ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിറിൽ മുഹ്സിനീൻ. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ അറുക്കുന്നതായ മൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. നിങ്ങളിൽ നിന്നുള്ള തഖ്വ മാത്രമാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്ന്. അതിനാണ് നമ്മളോട് മൃഗത്തെ വളർത്തുകയും അതിനുശേഷം അറുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുള്ളത്. ആ മൃഗത്തെ അറുത്ത് നമ്മൾ ദാനം ചെയ്യുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. മൃഗത്തിന്റെ മാംസം നമ്മൾ വിതരണം ചെയ്യേണ്ടത് അത് പാകം ചെയ്തതിന് ശേഷമാണെങ്കിലും. ഇനി അഥവാ മുസ്ലിമീങ്ങൾ നമ്മളുടെ പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് മറ്റു മാംസമാണ് നാം വിതരണം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രീതിയിലും അതിയായ ശ്രേഷ്ഠതയുള്ള, വളരെ പുണ്യമുള്ള, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട്, ദുന്യവിയായി ധാരാളം ഗുണങ്ങളുള്ളതാണ് ഉദ്ഹിയത്ത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം, അതുപോലെയുള്ളതായ ദുന്യവിയായ ബുദ്ധിമുട്ട്. എന്നാൽ നാളെ ആഖിറത്തിൽ അതിന്റെ ഓരോ രോമക്കുത്തുകൾക്ക് അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ദോഷങ്ങളെ പുറത്തു നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ സൂചിപ്പിക്കുന്നത്, ഖദ് സദ്ദഅ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. നിങ്ങൾ വിജയികളിൽപ്പെട്ടിരിക്കുന്നു, മാത്രമല്ല നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്നാണ്. നമുക്കും പരീക്ഷണമാണ്. നമ്മളുടെയും ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും. ആ പരീക്ഷണങ്ങൾ വിജയിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നാം പിന്തുടരുക എന്നുള്ളതാണ് നമ്മളോടുള്ള കൽപ്പന. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഏത് ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും, ഏത് ക്ഷമയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിലും നമ്മളുടെ ഹൃദയത്തിലേക്ക് നമുക്ക് വരേണ്ടതായ പ്രാർത്ഥനയാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അയ്യാമു തശ്രീഖ്, എന്താണ് അയ്യാമു തശ്രീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറച്ചി ഉണക്കുന്നതായ ദിവസങ്ങൾ, അതാണ് അയ്യാമു തശ്രീഖ്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ പോലും ഹറാമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. ഇറച്ചി ഉണക്കി സൂക്ഷിക്കുകയും, കാരണം 100 മൃഗത്തെ പോലും റസൂൽ കരീം
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ സ്വഹാബത്തെ കിറാമും ആ രീതിയിൽ ബലിയറുത്തിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായ രീതിയിൽ, ഇന്ന് നമുക്ക് ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട്, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇറച്ചി ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളതായ സമ്പ്രദായമായിരുന്നു. ആ സമ്പ്രദായം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടിയിട്ട് 3 ദിവസവും കൂടി നോമ്പിനെ ഹറാമാക്കിയത്. അതാണ് അയ്യാമുത്ത് തശ്രീഖ്. നമ്മളുടെ മനസ്സിലുണ്ടാവണം ഇറച്ചി ഉണക്കി സൂക്ഷിക്കുന്നതായ ദിവസങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചതായ മുഴുവൻ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ചെറിയ വലിയ പെരുന്നാൾ നിസ്കാരം